ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വന്നിരിക്കുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങൾ, ഏകദേശം ഒരു 4-5 വർഷങ്ങളായിട്ട് തന്നെ ഇതുപോലെ സാധാരണ പൗരനായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സുരേഷ്. പക്ഷേ പൂരം കണ്ടിട്ടില്ല. പൂരം ടിവിയിൽ തന്നെയാണ് കണ്ടത്. വെടിക്കെട്ടും എവിടെയോ ദൂരത്തിരുന്ന് അതിന്റെ ശബ്ദം മാത്രമാണ് കേട്ടത്. ഇപ്രാവശ്യം മറ്റു ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശം പോലെ എവിടെങ്കിലും നിന്ന്, എത്രയും അടുത്ത് നിന്ന്, അല്ലെങ്കിൽ അനുവദിക്കപ്പെടുന്ന അകലത്തിൽ നിന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട്. ഇതൊരു തൃശൂർ സമൂഹം നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നുകർന്ന് അനുഭവിക്കാൻ ഇത്തരത്തിലൊരു അവസ്ഥ, അതായത് ഒരു MP അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന അവസ്ഥയിൽ പൂരം കാണാൻ കഴിയുന്ന ഏതെങ്കിലും കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്? ഇതിന് മുൻപ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിലേ വരുമെന്ന് വിചാരിച്ചതല്ല. പൂരപ്പറമ്പിലെ ഈ പൂര ദിവസം ജാതി മത രാഷ്ട്രീയ സംഘടനകളുടെ പോസ്റ്ററോ ബാനറോ ഒന്നും തന്നെ പാടില്ല, അത്തരം ചിഹ്നങ്ങൾ പാടില്ല. ഒരു കണക്കിനത് നല്ലതാണ്. പക്ഷെ അത് ഏതൊക്കെയാണ് അതിന്റെ പ്രദേശങ്ങൾ എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അത് അദ്ദേഹവുമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കാണുന്നുണ്ട്. സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറയും. പൂരത്തിലെ ചില അവകാശങ്ങളും ചില നമുക്കൊരിക്കലും നീക്കിവെക്കാൻ പറ്റുന്ന ആചാരവുമായി ചേർന്ന ചില അവകാശങ്ങളുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളിലെ അവകാശങ്ങൾക്കൊന്നും ഇതൊരു തടസ്സമാവില്ല. അല്ലെങ്കിൽ അത് നല്ലതാണ്. ഇത് സമൂഹത്തിന്റെ സ്വത്താണ് ഈ ആഘോഷം എന്ന് പറയുന്നത്. അപ്പൊ സമൂഹത്തിന് നിരക്കുന്നതായ തരത്തിൽ പ്രദർശന നഗരി എന്ന് പറയുന്നത് ഒരുങ്ങി നിൽക്കുന്നത് ഒരു എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആവുന്നതിന് അത് വളരെ നല്ലത്. കൂടുതൽ പേർക്ക് ഇത്തവണ വെടിക്കെട്ട് കാണാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. അല്ല, ഇതിൽ കൂടുതൽ സാധിക്കുമായിരുന്നു. ഇത് എല്ലാവരും അറിയേണ്ട കാര്യമാണ്. ഏപ്രിൽ 3-ാം തീയതി ലോക്സഭയിൽ മുനമ്പത്തിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈകുന്നേരം 5 മണിക്ക് അമിത്ഷാജിയും പീയൂഷ്ജിയും കൂടി എടുത്ത തീരുമാനം എന്നെ അവർ രണ്ടുപേരും വിളിച്ചറിയിച്ചത്, ഇപ്രാവശ്യം പെസോയുടെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല. ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതുപോലെ റിങ്ങിന്റെ പകുതിയല്ല, റിംഗ് റോഡ് മുഴുവൻ ജനങ്ങളെ നിർത്താവുന്നതിന്റെ പരിധി നിശ്ചയിക്കാൻ അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടത്തിന് അതിന്റെ നിർദ്ദേശം നൽകാൻ പോവുകയാണ്. 4-ാം തീയതി പാർലമെന്റ് ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ സ്വീകരിക്കും. 2-ാം തീയതിയാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്. അന്ന് രാത്രിയാണ് ഒരു സംസ്ഥാനത്ത് വെടിക്കെട്ട് അപകടത്തിൽ 18 പേര് മരിക്കുന്നത്. പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ഇനി ഇത് കോടതിയുടെ പരിധിയിൽ ശക്തി കൂടും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണോ നിങ്ങൾ ഈ ഇളവ് പുഷ് ചെയ്തതെന്നൊരു ചോദ്യം വന്നാൽ ഗവൺമെന്റിന്റെ പുതിയ അമെന്റ്മെന്റും ഗവൺമെന്റിന്റെ നിയമങ്ങളും ഇതെല്ലാം ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത് മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആരും ഇത് കാണാൻ പാടില്ല, ഇത് രസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമല്ല. സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അതൊരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് കേരള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിന് ചില ഇളവുകൾ പിന്നീട് സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടത്തിന് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഇളവുകൾ വന്നിട്ടുള്ളത്. നമുക്ക് വരും കാലങ്ങളിൽ ഒരു ശക്തമായ വളരെ അച്ചടക്കത്തോടെ ഭക്തജനങ്ങളായാലും ഇതിന്റെ ആസ്വാദകരായാലും നല്ലൊരു പൂരം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇളവുകൾ കൂട്ടിയെടുക്കാം. അടുത്തത് ഇന്നലെ ചെറിയൊരു വണ്ടി ഇല്ല, അത് ഈ റോഡ് സൈഡിലുണ്ടായിരുന്ന കല്ലിലേക്ക് ടയർ കയറി പഞ്ചറായത്. സ്വാഭാവികത കുറച്ച് വലിയ ഒന്നുമില്ല.